ബ്രസ്റ്റ് ക്യാൻസറിൽ സർജറി ചെയ്യുന്നത് ക്യാൻസറിലെ മൂലകാരണമായ ക്യാൻസറിൻ്റെ മൊത്തത്തിലുള്ള ലോഡ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാനാണ്. ഇത് ഒഴിവാക്കുന്നത് മുഖേന നമുക്ക് ശരീരത്തിൽ തിരിച്ച് അതിനുശേഷം കൊടുക്കേണ്ട കീമോതെറാപ്പിയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസറിൽ കീമോതെറാപ്പി മാത്രം കൊടുക്കുകയാണെങ്കിൽ വളരെ അപൂർവമായ കുറഞ്ഞ ആളുകളിൽ മാത്രമാണ് പൂർണ്ണമായ ക്യാൻസർ കോശങ്ങൾ നശിച്ചു പോകുന്നത്. നേരെ മറിച്ച് നമുക്ക് സർജറി ചെയ്ത് നമ്മൾ ആ കാണുന്ന ഭാഗം പൂർണ്ണമായി എടുത്തു കളയുകയാണെങ്കിൽ നമുക്ക് അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ രീതിയിൽ ഉണ്ടാകുന്ന മൈക്രോസ്കോപ്പിക് സെൽസ്, വളരെ നഗ്ന നേത്രങ്ങളിൽ കാണാൻ സാധിക്കാത്ത കോശങ്ങളെ നശിപ്പിച്ചു കളയാൻ വേണ്ടി കീമോതെറാപ്പി കൂടെ കൊടുക്കുന്നത് മുഖേന അവർ പൂർണ്ണമായും അസുഖത്തിൽ നിന്ന് മോചിതരാവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. അപ്പോൾ സർജറി എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും മൂലകാരണമായ ക്യാൻസറിനെ മൊത്തത്തിൽ ഒഴിവാക്കാനും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയാണ് സർജറി. മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ക്യാൻസറിൽ പലപ്പോഴും സർജറി ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രസ്റ്റിൽ ഈ പഠനങ്ങൾ ജസ്റ്റ് പൂർണ്ണമായും നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ആരംഭത്തിലാണ് അതിൻ്റെ ചർച്ചകൾ. അതുകൊണ്ട് തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ സർജറിയാണ്. അത് കഴിഞ്ഞ് മൈക്രോസ്കോപ്പിക്കലി കൂടെയുള്ള കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കീമോതെറാപ്പിയും അതിൻ്റെ പുറമെ റേഡിയേഷനുമാണ്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ കമ്പൈൻഡായി മറ്റ് 3 രീതിയിലുള്ള ചികിത്സകളാണ് ക്യാൻസറിൻ്റെ ചികിത്സയിൽ പ്രധാനമായും നടക്കുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.